ഉപ്പുതറയിൽ ആദിവാസിയുടെ കുടിൽ കത്തിനശിച്ചു. കിഴുക്കാനം ഇരവിയുടെ വാസസ്ഥലമാണ് കത്തിനശിച്ചത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളെല്ലാം കത്തിനശിച്ചു. ഉപ്പുതറ കിഴുക്കാനം കരിങ്ങമ്പാറ ഇരവി എന്ന ആദിവാസിയുടെ കുടിലാണ് കത്തിനശിച്ചത്. രാത്രി 12 മണിയോടെ ഇദ്ദേഹത്തിന്റെ വീടിന് തീ പടരുകയായിരുന്നു. ഇദ്ദേഹം വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് അഗ്നിബാധയുണ്ടായത്. ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന ഇരവി പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടും മറ്റും മറച്ചു കെട്ടിയാണ് കുടിലിൽ കഴിഞ്ഞു വന്നിരുന്നത്. തീപിടുത്തത്തിൽ ഇദ്ദേഹത്തിന്റെ വീട് പൂർണ്ണമായും കത്തിനശിച്ചു. കുടിലിൽ ചാക്കുകളിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന കാപ്പിക്കുരു, കുരുമുളക് എന്നീ കാർഷിക വിളകളെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. ഇദ്ദേഹം സ്വന്തമായി സൂക്ഷിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കളും കട്ടിലും മറ്റ് സാമഗ്രികളെല്ലാം തീപിടുത്തത്തിൽ കത്തിയമർന്നു. സ്വന്തമായി സൂക്ഷിച്ചിരുന്ന 6000 രൂപയും സ്വർണ്ണമോതിരവും കാണാതായതായും ഇരവി പറയുന്നുണ്ട്. കൃഷിപ്പണി, മീൻപിടുത്തം എന്നിവയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം. മീൻ പിടിക്കുന്നതിന് വേണ്ടി വീടിന് സമീപം സൂക്ഷിച്ചിരുന്ന വലയും മറ്റ് അനുബന്ധ സാധനങ്ങളും കത്തിനശിച്ചു. ഇരവിക്ക് മതിയായ ധനസഹായം നൽകണമെന്ന് പഞ്ചായത്ത് അംഗം ഷീബ സത്യനാഥ് ആവശ്യപ്പെട്ടു. പ്രദേശവാസികൾ സമയോചിതമായി ഇടപെട്ടതുമൂലം പരിസരങ്ങളിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് ഇരവിയും അഭ്യർത്ഥിച്ചു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.